എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരെയുള്ള ആ ദയനീയ പരാജയത്തിന്റെയും പരമ്പര നഷ്ടപ്പെട്ടതിന്റെയും കടുത്ത ആഘാതം മനസ്സിൽ നിന്നും മായാതെ ഡ്രസ്സിംഗ് റൂമിന്റെ ഒരു ഇരുണ്ട കോണിൽ തലകുനിച്ചിരിക്കുന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളും മ്ലാനമായ മുഖഭാവവും ആ നിമിഷത്തിന്റെ മുഴുവൻ ഭാരവും വിളിച്ചോതുന്നുണ്ടായിരുന്നു. അവിടെ ഒരു കളിക്കാരനും പരസ്പരം മുഖത്ത് നോക്കാൻ പോലും ആകാത്ത വിധം കുറ്റബോധത്താൽ നീറുന്ന ഒരു ശ്മശാനമൂകത തളം കെട്ടി നിന്ന ആ അന്തരീക്ഷത്തിലേക്കാണ് ICC ചെയർമാൻ ജയ് ഷാ അടിയന്തരമായി ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു എന്ന വാർത്ത ഒരു പേടി സ്വപ്നം പോലെ കടന്നുവന്നത്. അതൊരു സാധാരണ മീറ്റിംഗ് ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ടീമിന്റെ നിലനിൽപ്പിനെയും ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയുടെ ഭാവിയെയും ചോദ്യം ചെയ്യുന്ന ഒരു സുപ്രധാന തീരുമാനത്തിന്റെ തുടക്കമായിരുന്നു അത്. കാരണം ഈ യോഗത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നേരിട്ട നാണം കെട്ട തോൽവിയെ ചൊല്ലി ജയ് ഷാ അത്യന്തം കർശനമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങളെയും ടീം കോമ്പിനേഷനെയും മൈതാനത്തെ ബാലിശമായ തീരുമാനങ്ങളെയും അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചുവെന്നുമുള്ള വിവരങ്ങൾ എല്ലാവരുടെയും കാൽക്കീഴിലെ മണ്ണൊലിപ്പിക്കുന്നതായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്ന ജയ് ഷായുടെ ആ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ രക്ഷിക്കാൻ അനിവാര്യമായ ഒരു ശസ്ത്രക്രിയയാണെന്ന് ആരാധകർ വിലയിരുത്തുമ്പോൾ, യഥാർത്ഥത്തിൽ ബ്രിസ്റ്റോൾ കൗണ്ടി ഗ്രൗണ്ടിൽ നടന്ന 4ാം T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വന്ന 9 വിക്കറ്റിന്റെ ഹൃദയഭേദകമായ തോൽവിയാണ് ഈ കൊടുങ്കാറ്റിനെല്ലാം കാരണമായത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീം 49 പന്തുകളിൽ നിന്നും 80 റൺസ് നേടി പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ അസാമാന്യമായ ഒറ്റയാൾ പോരാട്ടത്തിന്റെ പിൻബലത്തിൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എന്ന ഭേദപ്പെട്ട സ്കോർ കണ്ടെത്തിയെങ്കിലും മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ടീം ഇന്ത്യൻ ബോളർമാരെ ഒരു ദയയുമില്ലാതെ പിച്ചു ചീന്തുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. വെറും 13.5 ഓവറുകൾക്കുള്ളിൽ ഇംഗ്ലണ്ട് വിജയലക്ഷ്യം മറികടന്നപ്പോൾ പുറത്താകാതെ 59 റൺസ് എടുത്ത ഫിലിപ്പ് സാൾട്ടും വെറും 35 പന്തുകളിൽ നിന്നും 79 റൺസ് അടിച്ചുകൂട്ടിയ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും ചേർന്ന് ഇന്ത്യൻ പ്രതീക്ഷകളെ അക്ഷരാർത്ഥത്തിൽ ചാരമാക്കുകയായിരുന്നു. ഈ ദയനീയ പ്രകടനത്തിനിടയിൽ ജോഫ്ര ആർച്ചറുടെ ഷോട്ട് ബോളിൽ കുരുങ്ങി വെറും 15 റൺസ് എടുത്ത് പുറത്തായ 15-കാരനായ യുവ ഓപ്പണർ വൈഭവ് സൂര്യവംശിയും ആദിൽ റാഷിദിന് തന്റെ വിക്കറ്റ് സമ്മാനിച്ച് 16 റൺസോടെ മടങ്ങിയ അഭിഷേക് ശർമ്മയും വെറും 4 റൺസ് മാത്രം നേടി നിരാശപ്പെടുത്തിയ ഇഷാൻ കിഷനും ക്രീസിൽ താളം കണ്ടെത്താൻ പാടുപെട്ട ശിവം ദൂബെയും തിലക് വർമ്മയുമെല്ലാം ചേർന്ന് ടീമിനെ ഒരു വൻ തകർച്ചയിലേക്ക് തള്ളിവിട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ശ്രേയസ് അയ്യരുടെയും ഗൗതം ഗംഭീറിന്റെയും ചുമലിൽ വീണിരിക്കുന്നത്. മത്സരം അവസാനിച്ചയുടനെ ഒരു നിമിഷം പോലും വൈകാതെ ഹോട്ടലിലെ അടച്ചിട്ട മുറിയിൽ ഗൗതം ഗംഭീറിനെയും ശ്രേയസിനെയും വിളിച്ചുവരുത്തി ജയ് ഷാ നടത്തിയ ആ ഹൈ വോൾട്ടേജ് മീറ്റിംഗിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇത്രയും സുപ്രധാനമായ ഒരു വേദിയിൽ ഓരോ പന്തും ഓരോ റണ്ണും രാജ്യത്തിന്റെ അഭിമാനവുമായി ചേർന്ന് നിൽക്കുമ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ നിരന്തരം പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം അവിടെ മുഴങ്ങിക്കേട്ടു. ഇത് ഇന്ത്യയിലൂടെ ഇംഗ്ലണ്ട് പര്യടനമാണെന്നും ഓരോ മത്സരത്തിലും തോന്നുംപടി പരീക്ഷണങ്ങൾ നടത്തി രാജ്യത്തിന്റെ സൽപ്പേരിനെ വെല്ലുവിളിക്കാൻ ഇതൊരു സാധാരണ ആഭ്യന്തര പരമ്പരയല്ലെന്നും ഓർമ്മിപ്പിച്ച ജയ് ഷാ, ഏത് വമ്പൻ ടീമിനെതിരെയും 20 ഓവറിൽ 250 റൺസ് അടിക്കാൻ പ്രാപ്തിയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരുള്ള ഒരു ടീമിനെ ഗംഭീറിന്റെ വിചിത്രമായ തീരുമാനങ്ങളിലൂടെയും ബാറ്റിംഗ് ഓർഡർ നിരന്തരം മാറ്റുന്നതിലൂടെയും തികഞ്ഞ ആത്മവിശ്വാസമില്ലായ്മയിലേക്ക് തള്ളിവിട്ടുവെന്ന് രോഷത്തോടെ തുറന്നടിച്ചു. ഈ ആത്മഹത്യാപരമായ പരീക്ഷണങ്ങൾ ഉടനടി അവസാനിപ്പിച്ചില്ലെങ്കിൽ വർഷങ്ങളായി കെട്ടിപ്പടുത്ത ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതാപം മണ്ണടിയുമെന്ന് മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹം, ഫോമിലില്ലാത്ത വൈഭവ് സൂര്യവംശിയെയും അഭിഷേക് ശർമ്മയെയും പോലുള്ള താരങ്ങളെ അവരുടെ പേരിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ടീമിൽ ചുമക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ടീം ഇന്ത്യ ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്നും രാജ്യത്തിന് വിജയം നേടിക്കൊടുക്കുന്നവർ മാത്രം ഇവിടെ കളിച്ചാൽ മതിയെന്നും അസന്ദിഗ്ധമായി വ്യക്തമാക്കി. ഗൗതം ഗംഭീറിന്റെയും ശ്രേയസ് അയ്യരുടെയും കണ്ണുകളിലേക്ക് നോക്കി ജയ് ഷാ നൽകിയ ആ അന്തിമ മുന്നറിയിപ്പ് ഇതായിരുന്നു. മുൻകാലങ്ങളിൽ പോലെ തന്ത്രപരമായ പിഴവുകളെ മറച്ചുവെക്കാനും മുങ്ങുന്ന കപ്പലിനെ തങ്ങളുടെ ക്ലാസിക് ബാറ്റിംഗിലൂടെ കരകയറ്റാൻ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും പോലുള്ള പരിചയസമ്പന്നരായ ഇതിഹാസങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കണമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം, ഇത് ഇരുവർക്കുമുള്ള അവസാന അവസരമാണെന്നും തുടർന്നുള്ള സുപ്രധാന മത്സരത്തിലും ഇതുപോലൊരു ഭീരുതപരമായ പ്രകടനവും നാണം കെട്ട തോൽവിയുമാണ് ആവർത്തിക്കുന്നതെങ്കിൽ ശ്രേയസ് അയ്യരെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും ഗൗതം ഗംഭീറിനെ മുഖ്യ പരിശീലകൻ സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ BCCI ഒട്ടും മടിക്കില്ല എന്നും ആവശ്യമെങ്കിൽ വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളുടെ പൂർണ്ണ ചുമതല MS ധോണി പോലുള്ള മുതിർന്ന താരങ്ങളുടെ പരിചയസമ്പന്നമായ കൈകളിൽ ഏൽപ്പിക്കുമെന്നും അർത്ഥശങ്കയ്ക്കിടവില്ലാതെ പ്രഖ്യാപിച്ചു. ഒഴിവുകഴിവുകളല്ല, മറിച്ച് കളിക്കളത്തിലെ വിജയമാണ് ആവശ്യമെന്ന് വ്യക്തമാക്കിയ ജയ് ഷാ, സമ്മർദ്ദം നേരിടാൻ കഴിയാത്ത കളിക്കാർക്ക് ടീമിൽ തുടരാൻ യാതൊരു അർഹതയുമില്ലെന്നും ഇനി കളിക്കാരുടെ പേരല്ല പ്രകടനമായിരിക്കും മാനദണ്ഡമെന്നും അടിവരയിട്ടു പറഞ്ഞു. BCCI തലപ്പത്തിരുന്ന കാലത്ത് T20 ലോകകപ്പ് ഇന്ത്യ നേടുമെന്ന് ഉറപ്പിച്ചു പറയുകയും ആ അവിശ്വസനീയ വിജയത്തോടെ അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ജയ് ഷാ ICC ചെയർമാനായി സ്ഥാനമേറ്റതിനു ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ വിജയക്കൊടി പാറിച്ച ചരിത്രമുള്ളതുകൊണ്ടുതന്നെ ആരാധകരും ഈ കടുത്ത തീരുമാനങ്ങളെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്.
2011 മുതൽ സ്വന്തം നാട്ടിലായാലും വിദേശത്തായാലും ഇന്ത്യൻ ടീമിന്റെ ആധിപത്യം കാണാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്ക് അവസാന ഓവർ വരെ പൊരുതി 5-10 റൺസിന് തോൽക്കുന്നതിനു പകരം വെറും 13.5 ഓവറിൽ യാതൊരു ചെറുത്തുനിൽപ്പുമില്ലാതെ കീഴടങ്ങുന്ന ഈ നിസ്സഹായത ഒരിക്കലും അംഗീകരിക്കാനാകില്ല. കാരണം സ്നേഹം കൂടുതലുള്ളിടത്താണ് പ്രതീക്ഷകളും അതിനനുസരിച്ചുള്ള ദേഷ്യവും നിരാശയും ഉടലെടുക്കുന്നത്. നിലവിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും പ്രത്യേകിച്ച് T20യിൽ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ഇംഗ്ലണ്ടിനെ ഈ സാധാരണ കളികൊണ്ട് തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നതൊരു നഗ്ന സത്യമായി അവശേഷിക്കുമ്പോൾ 15-കാരനായ വൈഭവ് സൂര്യവംശിയെ ടീമിലെടുത്ത് വെറും PR വർക്കുകളിലൂടെ തലക്കെട്ടുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അത് കളിക്കളത്തിൽ റൺസായി മാറില്ല എന്നും സഞ്ജു സാംസൺ പോലുള്ള ഒരു T20 ചാമ്പ്യൻ താരത്തെ പുറത്തിരുത്തി ടീം കാണിച്ച വലിയ മണ്ടത്തരത്തിന്റെ വിലയാണ് ഈ പരാജയമെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഒടുവിൽ ബാറ്റിംഗിൽ യാതൊരു ജീവനുമില്ലാതെ ബോളർമാർക്ക് എതിർ ടീമിന്റെ വെറും ഒരു വിക്കറ്റ് മാത്രം നേടാൻ കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ പരാജയപ്പെട്ട തന്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു പോരാട്ടത്തിന് ഇന്ത്യ തയ്യാറായില്ലെങ്കിൽ അത് വലിയ ദുരന്തമായി മാറുമെന്നും ആധുനിക T20 ക്രിക്കറ്റ് യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇന്ത്യൻ താരങ്ങളെ ഇംഗ്ലണ്ട് പൂർണ്ണമായും പഠിപ്പിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ വലിയ മാറ്റങ്ങൾക്കും കൊടുങ്കാറ്റിനുമുള്ള തിരികൊളുത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.